വള്ളിയൂരമ്മയുടെ കഥ കൂടി നമുക്ക് പറയാം. ഒരുപാട് കഥകൾ വള്ളിയൂരമ്മയുടെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ഊരിലുള്ള ഇവരുടെ ഇടയിൽ തന്നെ ഇവരുടെ വിശ്വാസങ്ങൾക്കുള്ള ഒരു കഥ അത് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഞാനിനി ആ കഥ പറയാം. ചീരാളം മൂപ്പൻ തന്നെയാണ് ഈ കഥ കരിയാത്തന് പറഞ്ഞു കൊടുക്കുന്നത്. കഥ ഇങ്ങനെയാണ്. അന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. വേങ്ങൂരിൽ നിന്ന് വിറകും കിഴങ്ങും ഒക്കെ ശേഖരിക്കാനായി ഒരു പറ്റം മനുഷ്യർ ഈ വള്ളിയൂർക്കാവിൽ, അന്ന് ഇത് കാവൊന്നുമല്ല, അന്ന് മലയാണ്, അവിടെ വരും. അവർ ശേഖരിച്ച് തിരിച്ചു പോവും. അങ്ങനെ ഇടയ്ക്ക് അവർ വരാറുണ്ട്. ആണ്ടിൽ ഒക്കെ അവർ വന്നു പോവാറുണ്ട്. ഒരിക്കൽ അവരങ്ങനെ കിഴങ്ങ് ശേഖരിക്കാൻ വരുമ്പോൾ കാട്ടിനുള്ളിൽ ഒരു മരത്തിന് ചുവടിൽ ഒരു കരച്ചിൽ കേട്ടിട്ട് അവരുടെ മൂപ്പൻ, അന്നത്തെ മൂപ്പൻ, അവിടെ പോയി നോക്കുമ്പോൾ പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ അവിടെ കിടക്കുന്നു. അവർ കരയാണ്. മൂപ്പൻ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ മൂപ്പന് കാര്യം മനസ്സിലായി. ഇനി അധികം സമയമില്ല പ്രസവിക്കാൻ. ഉടനെ മൂപ്പൻ ഒരു പ്രത്യേക ശബ്ദത്തിൽ ചൂളം വിളിച്ചു. ആ ശബ്ദം കേട്ട് അവിടെ കൂടെ എത്തിയ, വിറക് ശേഖരിക്കാനെത്തിയ സ്ത്രീകളും മറ്റാളുകളും എല്ലാവരും അവിടെ ഓടിക്കൂടി. മൂപ്പൻ പറഞ്ഞു, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം. പെണ്ണുങ്ങൾ അവരവിടെ ചെന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഭക്ഷണം കഴിച്ചിട്ട് കുറേ നാളുകളായി. അതറിഞ്ഞ മൂപ്പൻ അടുത്ത നിമിഷം തന്നെ അവർക്ക് കഞ്ഞി വെച്ച് കൊടുക്കാൻ പറയുന്നു. ഉടനെ തന്നെ പെണ്ണുങ്ങൾ നെല്ലുകുത്തി അരിയാക്കി അത് കഞ്ഞി വെച്ച് വാഴയുടെ തണ്ടുകൊണ്ട് തടയുണ്ടാക്കി അതിൽ ഇല വെച്ച് ആ കഞ്ഞി ആ അമ്മയ്ക്ക് കൊടുക്കുന്നു. എന്നിട്ട് ഈ സ്ത്രീകളോട്, ഈ പെണ്ണുങ്ങളോട് അവിടെ അവൾക്ക് കൂട്ടിരിക്കാൻ മൂപ്പൻ ആവശ്യപ്പെടുന്നു. കുറച്ച് കഴിഞ്ഞ് ഈ സ്ത്രീ ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുക്കുന്നു. ആ പെൺകുഞ്ഞിൻ്റെ മുഖം കണ്ട് ഇവരൊക്കെ അതിശയിച്ചു പോകുന്നു. അത്ഭുതമുണ്ടാക്കുന്ന തരത്തിൽ വെളിച്ചത്തോടു കൂടി ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു. അന്ന് രാത്രിയിൽ ആ മലയിടുക്കിൽ കിടന്നുറങ്ങുമ്പോൾ മൂപ്പനൊരു സ്വപ്നമുണ്ടാകുന്നു. ആ സ്വപ്നത്തിൽ കാടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വെളിച്ചം മൂപ്പൻ കാണുന്നു. മൂപ്പൻ വീണ്ടും ആ കാടിനുള്ളിലേക്ക് കയറി ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ ഒരു ദിക്കിൽ ആ ജനിച്ചു വീണ കുഞ്ഞിൻ്റെ മുഖമോട് കൂടിയ ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നു. എല്ലാ ദൈവീക ഭാവത്തോടും കൂടിയാണ് ആ സ്ത്രീ അവിടെ നിന്നിരുന്നത്. അവർ മൂപ്പനോട് പറഞ്ഞു, ഞാൻ വള്ളിയൂരമ്മയാണ്, നിങ്ങളെ രക്ഷിക്കാൻ ഞാൻ ഇവിടെ വന്നതാണ്. എനിക്ക് എൻ്റെ മക്കളെ അത്രയും ചേർത്ത് നിർത്താൻ ഇഷ്ടം തോന്നുന്നു ഇപ്പോൾ. അതുകൊണ്ട് നിങ്ങൾ ആണ്ടുതോറും ഇവിടെ വരണം. നിങ്ങളാൽ കഴിയുന്ന കർമ്മം നിങ്ങൾ ചെയ്യണം. നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നതുകൊണ്ട്, കഞ്ഞി വെച്ച് തന്നതുകൊണ്ട് ഇവിടെ എന്നെ കാണാൻ വരുന്ന എല്ലാ മക്കൾക്കും നിങ്ങൾ കഞ്ഞി വെച്ച് കൊടുക്കണം. മീനമാസത്തിൽ 14 ദിവസം ഞാൻ ഇവിടെ, എനിക്ക് ഇരിപ്പിടത്തിൽ ഞാനിവിടെ ഉണ്ടാകും എന്ന് ഒരു സ്വപ്നം. അതിനുശേഷം ആ സ്വപ്നം മുറിഞ്ഞു പോകുന്നു. പിറ്റേന്ന് നേരം വെളുത്ത് നോക്കുമ്പോൾ ഈ സ്ത്രീയെയും കുഞ്ഞിനെയും ഒന്നും മൂപ്പൻ അവിടെ കാണുന്നില്ല. പക്ഷേ ആ സ്വപ്നത്തിൽ കണ്ട ദിക്കിലേക്ക് മൂപ്പൻ കടന്നു ചെല്ലുമ്പോൾ അവിടെ 3 കല്ലുകൾ ഇരിക്കുന്നു. ആ 3 കല്ലുകളാണ് വള്ളിയൂരമ്മയുടെ ഐതിഹ്യം പ്രതീകമായി അവിടെ നിൽക്കുന്നത്. അമ്മ പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടോ, എൻ്റെ മക്കൾ മഴയും വെയിലും കൊണ്ട് കഴിയുന്നത് കൊണ്ട് എൻ്റെ ഇരിപ്പിടത്തിനും എൻ്റെ സ്ഥാനത്തിനും മേൽക്കൂര ആവശ്യമില്ല. ഞാനും അതേ മഴയും വെയിലും കൊണ്ട് തന്നെ നിങ്ങളുടെ കൂടെ കഴിയും എന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നു. ആ ദൈവസങ്കല്പമാണ്. ഇവരാണ്ടുതോറും മല കയറി വള്ളിയൂർക്കാവിലെത്തി കഞ്ഞി വെച്ചൊരുമിച്ച് കുടിക്കുന്ന, ഊരുകളെല്ലാം ചേർന്നൊരു വലിയ ഊരായി മാറുന്ന ഉത്സവം വള്ളിയൂർക്കാവിൽ ആണ്ടുതോറും നടത്തിയത്.
ഇപ്പോൾ അവിടെയുള്ള കൃഷിയിടങ്ങളിലെ ജന്മിമാർക്കൊക്കെ ഇതൊരു വലിയ പ്രശ്നമായി. കാര്യം ഈ മൂപ്പനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒപ്പിച്ച് മൂപ്പന് വേണ്ടുന്നത് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അടിമകളെ അവിടെ നിന്ന് കൊണ്ടുപോയി പണിയെടുപ്പിക്കലായിരുന്നു അവരുടെ ഒരു രീതി. ആണ്ടുതോറും ഈ മനുഷ്യർ ഇവിടെ വന്ന് കൂടുമ്പോൾ അവരവിടെ വന്ന് ഈ പണിക്കാരെ തിരഞ്ഞെടുക്കുന്ന രീതിയിലേക്ക് മാറി. ഈ പണിയെടുത്ത് കിട്ടുന്ന പണം മുഴുവനും ഇവർ വള്ളിയൂര് തന്നെയാണ് കൊണ്ടുപോയി ധനമായിട്ട് നിക്ഷേപിച്ചത്, വഴിപാടായിട്ട്. അങ്ങനെ അവിടെ പണം കുന്നുകൂടുന്നു എന്നറിഞ്ഞപ്പോൾ അതിലും ഈ ജന്മിമാരുടെ കണ്ണ് ചെന്നു എന്നുള്ളതാണ്, തമ്പ്രാക്കന്മാരുടെ, മേലാളന്മാരുടെ. അങ്ങനെയാണ് വള്ളിയൂര് ഇന്ന് കാണുന്ന വള്ളിയൂരായി മാറിയത്. ഇന്ന് കാണുന്ന വള്ളിയൂരിന് ഒരു അദൃശ്യമായ അതിർത്തിയുണ്ട്. ആ അതിർത്തിക്കപ്പുറം വള്ളിയൂരമ്മയുടെ മക്കൾക്ക് പ്രവേശനമില്ല അല്ലേ? അങ്ങനെ തട്ടിയെടുക്കപ്പെടുന്ന രാഷ്ട്രീയം വലുതല്ലേ? അത് തന്നെയല്ലേ ഇവിടെ നടക്കുന്നത്. ഈ ഇവരൊക്കെ ഇങ്ങനെ അടിമപ്പെടുത്താമെന്ന ചിന്ത എങ്ങനെ ഉണ്ടാവുക ഒരു മനുഷ്യരുടെ ഉള്ളിൽ? ഇത്രയും പാവപ്പെട്ട മനുഷ്യരായതുകൊണ്ടാണോ ഇവരെ ഇങ്ങനെ അടിമകളാക്കാൻ നമ്മൾ തീരുമാനിച്ചത്? കാര്യം അവരിൽ ചില അറിവുകളില്ലേ, അവരിൽ അധ്വാനിക്കാനുള്ള ശേഷിയില്ലേ, ചെറുത്ത് നിൽക്കാൻ കരിന്തണ്ടനെ പോലെയുള്ള മനുഷ്യരുണ്ടായിരുന്നു. എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെയും കീഴ്പ്പെട്ടു പോകും? എനിക്ക് തോന്നുന്നു ഇപ്പം വള്ളിയൂർക്കാവിനെ കുറിച്ച് ചേർത്ത് വെച്ച് പറയുമ്പം തന്നെ വിശ്വാസത്തെ മുതലെടുത്തുകൊണ്ടാണ് അവിടെ ചൂഷണം നടക്കുന്നത്. കാരണം പ്രത്യേകിച്ച് വള്ളിയൂർക്കാവിലെ ദേവിയുടെ മുന്നിൽ വെച്ച് ഈ അടിമ കച്ചവടത്തിന് കരാർ ഏൽക്കുകയാണ്. ഒരു വാക്ക് ഉറപ്പിക്കൽ മാത്രമാണ്. ഒരു വാക്ക്, ഞാൻ ഇന്ന് നാളെ മുതൽ ജന്മയുടെ അടിമയായിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 7 സെർ നെല്ലും 5 ഉറുപ്പികയും ഒരു കോറത്തുണിയൊക്കെ ഏറ്റുവാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇവരൊരിക്കലും ഈ വാക്ക് തെറ്റിക്കില്ല. വള്ളിയൂരമ്മയോടുള്ള വാക്ക് ഒരിക്കലും തെറ്റിക്കില്ല. അതുകൊണ്ട് തന്നെ ജന്മികൾക്കും അതുപോലെ തന്നെ അതിൻ്റെ മറ്റ് ഭൂവുടമകൾക്കൊക്കെ ഇവരെ എളുപ്പത്തിൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ ഇവരെ പണിയിടത്തിലേക്ക് ഇവരെ എത്തിക്കാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ ആ വിശ്വാസത്തെ എങ്ങനെയൊക്കെ മുതലെടുക്കാമെന്നുള്ള ഒരു ഏറ്റവും തെളിവായിട്ടാണ് വള്ളിയൂർക്കാവിൻ്റെ പരിസരത്ത് അത് തുടർന്നുകൊണ്ടിരുന്നത്. അത് ഇന്ന് ആ നിലയിൽ നിന്ന് മാറി മറ്റ് പല രീതികളിലേക്ക് ഈ മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന ഒരു സ്ഥിതി നിലനിൽക്കുന്നുണ്ട്. അത് മറ്റു പല തരത്തിലും രീതിയിലും ചൂഷണങ്ങൾ നടന്നു. ഇപ്പോഴും അവർ അതേ അവസ്ഥയിൽ തന്നെയൊക്കെയാണ് അല്ലേ? അവരുടെ ജീവിതം, അവരുടെ ലൈഫിൽ കുറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടില്ലേ? അവർ കുറേ കൂടിയൊക്കെ മുൻ സ്ഥാനങ്ങളിലേക്കൊക്കെ കടന്നു വരുന്നില്ലേ? കടന്നു വരുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ മറ്റുള്ള മനുഷ്യരോട് താരതമ്യപ്പെടുത്തുമ്പോൾ ഈ മനുഷ്യരെ സംബന്ധിച്ച് അത്ര ഒരു മുന്നേറ്റം നമുക്ക് ഇപ്പോഴും കാണാൻ കഴിയില്ല. അവരുടെ ഉന്നതികളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ടും തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. അത് ഈ മനുഷ്യരെ എന്താണിവർ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ഇടപെടലിൻ്റെ ഒരു കുറവായിട്ടാണ് പലപ്പോഴും പലരും പറയുന്നതും അത് തന്നെയാണ് ഒരു അനുഭവങ്ങളും. മനുഷ്യർ പ്രകൃതി ഈ നോവലിൽ പറയുന്ന മനുഷ്യർ പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്നില്ല. ആ ചൂഷണത്തിൻ്റെ ഭാഗമായി വിഭവങ്ങൾ കുന്നുകൂട്ടുന്നില്ല. വളരെ കൃത്യമായി വിതരണം ചെയ്യുകയും പരസ്പരം സമഭാവനയോടെ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അവരെ നമ്മൾ അപരിഷ്കൃതരെന്നും അവരെ പരിഷ്കരിക്കാനും വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ അവരാണോ പരിഷ്കരിക്കപ്പെടേണ്ടത്, അല്ലെങ്കിൽ സമഭാവനയോടെ ജീവിക്കാൻ പരിഷ്കൃതരെന്ന് അഭിമാനിക്കുന്ന നമ്മളാണോ മാറേണ്ടത് എന്നുള്ളതാണ് ഈ പുസ്തകം വയ്ക്കുന്ന ഒരു ചോദ്യം. പിന്നെയുള്ളത് ഈ ഭാഷയെക്കുറിച്ചുള്ളതാണ്. ഇവിടെ നമ്മളിപ്പോൾ അവരെ പഠിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിലുള്ള മലയാളത്തിലാണ്. അവരുടെ ഭാഷയെ നമ്മൾ യഥാർത്ഥത്തിൽ അവരിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. ഒരു ഭാഷ നഷ്ടപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ സംസ്കാരം നഷ്ടപ്പെടുകയാണ്, അവരുടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുകയാണ്. ഇവർ അപ്പുറവുമല്ല ഇപ്പുറവുമല്ല എന്നുള്ള ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് കൂടി അനുഭവിക്കുന്നുണ്ട് എന്നാണ് ഈ പുസ്തകത്തിൻ്റെ വായനയിൽ എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവരെ ഭാഷ, നമുക്കറിയാം, പല ഭാഷകളും നഷ്ടപ്പെടുമ്പോൾ ആ ഒരു ജനതയുടെ തനത് രീതി തന്നെ ഇല്ലാതായി പോകുന്നുണ്ട്. ടിബറ്റിനൊക്കെ വന്നിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. പ്രിയൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അവരുടെ ഭാഷ, അവരുടെ കാഴ്ചപ്പാടിലൂടെ അവരെ പഠിക്കാൻ കഴിയാത്തിടത്തോളം നമ്മൾ എന്തിനു വേണ്ടിയാണ് അവരെ പരിഷ്കരിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മനുഷ്യ, ഇത് അതൊരു ചോദ്യമല്ല, അതൊരു സ്റ്റേറ്റ്മെൻ്റാണ്. ആ സ്റ്റേറ്റ്മെൻറ്റിനോടുള്ള കാഴ്ചപ്പാട്
നമ്മളവരെ പരിഷ്കരിക്കണോ, നമ്മൾ പിന്നെ സ്വയം പരിഷ്കരിക്കണോ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം വ്യത്യസ്തമായിട്ടുള്ള ജീവിത രീതികളും വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ കൊണ്ടു നടക്കുന്ന മനുഷ്യരുണ്ട്. അപ്പോൾ എല്ലാ മനുഷ്യരെയും അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിർത്തുകയോ അല്ലെങ്കിൽ അവർക്ക് ഒരു വേദനയില്ലാതെ അതിൽ നിന്ന് മാറി നടക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കൊണ്ടുപോയാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് അറിയാം, പ്രത്യേകിച്ച് ഈ മനുഷ്യരെക്കുറിച്ച് പറയുമ്പോൾ ഇവരുടെ ഇത്തരത്തിലുള്ള ജീവിത രീതികളാണ് അല്ലെങ്കിൽ ഇവരുടെ ഇത്തരത്തിലുള്ള ആചാരങ്ങൾ അങ്ങനെ കൂടിച്ചേർന്നുള്ള ഈ കഴിയലൊക്കെയാണ് അവരെ മുന്നോട്ടേക്ക് വരാത്തത് എന്നൊരു ചർച്ചകൾ ഉണ്ട്. പക്ഷേ അതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരെന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ ഒരു പക്ഷേ അത്തരത്തിലുള്ളൊരു ചർച്ചയ്ക്ക് ഇടമുണ്ടാവില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് അവരെ നവീകരിക്കണം അല്ലേ? തിരിച്ചറിഞ്ഞ് നവീകരിക്കണം എന്നുള്ളതാണ്. അവരുടേതായിട്ടുള്ള രീതിയിൽ തന്നെ അവർക്കത് വിട്ടുകൊടുത്തുകൊണ്ട് അവരെ വളരാൻ അനുവദിക്കണം. ഞാനും ഇപ്പോൾ ഈ വാദം ഉണ്ടാകുമ്പോൾ എപ്പോഴും ആളുകൾ പറയുന്നതാണ്, അവർക്ക് അട്ടപ്പാടിയിൽ വീടുകൾ പണിത് കൊടുത്തിട്ട് എന്തായി, അവർക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട പദ്ധതികൾ എന്തായി എന്ന്. അവർ ആ വീട്ടിൽ താമസിക്കാൻ അവർക്ക് പറ്റില്ല. ചിലപ്പോൾ മഴ വരുമ്പോൾ മാത്രമായിരിക്കും അവർ അതിനുള്ളിൽ കയറി കിടക്കുക. അവർക്ക് അവരുടേതായിട്ടുള്ള ലോകമുണ്ട്, അവരുടേതായിട്ടുള്ള ജീവിതമുണ്ട്. അതിലേക്ക് അവരെ വിട്ടുകൊടുക്കാനായിട്ട് നമുക്ക് കഴിയണമെന്നും കൂടിയുണ്ട് അല്ലേ? അങ്ങനെയല്ലേ? ഈ ഒരു പുസ്തകം ലോകത്തിന് സമർപ്പിച്ച എഴുത്തുകാരനും ഇങ്ങനെ ഒരു കഥ, അത് ഞങ്ങൾക്ക് അത്ര ഹൃദ്യമായിട്ട് മനസ്സിൽ നിന്ന് ഒരിക്കലും മായാത്ത പോലെ ചേർത്ത് വെച്ച് ഞങ്ങൾക്ക് തന്ന കഥ പറച്ചിലുകാരനും പ്രത്യേകിച്ച് മാതൃഭൂമിക്കും ഇങ്ങനെ ഒരു അവസരം ഒരുക്കാൻ മാതൃഭൂമിക്കും ഒരുപാട് നന്ദി. താങ്ക് യു. ഇനി വള്ളിയൂർക്കാവ്, അവിടെ ഈ മറ്റ് ആദിവാസി വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം അവരും അവിടെ ആരാധിക്കുന്നുണ്ടോ? ഒന്ന് അതിനകത്ത് ഞാൻ ആമുഖം വായിച്ചപ്പോൾ, ഞാൻ ആമുഖമേ വായിച്ചുള്ളൂ, ഇന്നലെയാണ് പുസ്തകം വാങ്ങിയത്. അപ്പോൾ ആമുഖം വായിച്ചപ്പോൾ ആദിവാസികളുടെ ഒരു പൊതു ദൈവസങ്കല്പമായിട്ടത് പറയുന്നത് പോലെ തോന്നി. അപ്പം അങ്ങനെ മറ്റ് വിഭാഗങ്ങൾ, വിവിധ വിഭാഗങ്ങളുണ്ടല്ലോ, അവർക്കും കൂടി ഇത് ആരാധിക്കുന്നുണ്ടോ? പിന്നെ ഈ പണിയ വിഭാഗം, ഇപ്പം ഇത് എറണാകുളത്ത് കോതമംഗലം സൈഡ് ഒക്കെ പലയിടത്തായിട്ട് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ പണി വിഭാഗങ്ങളുണ്ടോ, അതോ അവിടെ ഈ വയനാട് ഭാഗത്ത് മാത്രമായിട്ട്, അതങ്ങനെ വേറെ ഏതൊക്കെ ഭാഗങ്ങളിലുണ്ട്? ആദിവാസി ജനതയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അത് എല്ലാ വിഭാഗങ്ങളും എത്തുന്ന ഒരിടമാണ്. കൂടുതലും പണിയ സമുദായത്തിൽപ്പെട്ടവരും അടിയാർ വിഭാഗത്തിൽപ്പെട്ട അവരുമാണ് അവിടെ വരുന്നത് കൂടുതൽ പേരും. ഇപ്പം ഇവരുടെ വിശ്വാസപ്രകാരം തന്നെ പണിയ സമുദായത്തിൻ്റെ ആണ് ഈ കാവ് എന്നാണ് അവരുടെ വിശ്വാസം. ഇന്നത് കാവ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ക്ഷേത്രം ആയിട്ടാണെന്ന് അറിയപ്പെടുന്നത്. ആ കാവ് എന്നുള്ളത് ക്ഷേത്രമായിട്ട് മാറ്റിക്കഴിഞ്ഞു. അപ്പോൾ പണി സമുദായത്തിൻ്റെ കാവായിട്ടാണ് അറിയപ്പെടുന്നത്. കാരണം അവിടുത്തെ കാവിലൊരു മൂപ്പൻ പദവി കൊടുക്കുന്നുണ്ട്, ആദിവാസിക്ക് ഒരു മൂപ്പൻ പദവി കൊടുക്കുന്നുണ്ട്. ഉത്സവം തുടങ്ങി 7-ാം നാളാണ് അവിടെ കൊടിയുയർത്തുക. അതൊരു ഒരു പ്രത്യേക ചടങ്ങാണ്. അതായത് ഉത്സവം തുടങ്ങി 7 ദിവസം കഴിഞ്ഞാൽ മാത്രമാണ് അവിടെ കൊടിയുയർത്തുക. ആ കൊടിയുയർത്താനുള്ള അവകാശം പണി സമുദായത്തിൽപ്പെട്ട മൂപ്പനാണ്. പക്ഷെ അവിടെയുള്ള നമ്മൾ കേൾക്കുന്ന പലയിടങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്നത് ആദിവാസി ജനതയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാവാണ്, ഒപ്പം തന്നെ അവർക്ക് വലിയ ഇടമുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഈ കൊടിയുയർത്താൻ അവകാശം ഉണ്ട് എന്ന് പറയുമ്പോഴും അവിടെ ഇപ്പോഴുള്ള ഒരു അവസ്ഥ ഈ കൊടിയുയർത്തലിലേക്ക് മാത്രമായി അവർ ചുരുങ്ങിക്കഴിഞ്ഞു. മറിച്ച് മറ്റുള്ള അവിടെ എല്ലാ ദിവസവും പിന്നെ ഊട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഊട്ടൊരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള വിറക് ശേഖരിക്കൽ, അതുപോലെ തന്നെ പാത്രങ്ങൾ അടുപ്പൊരുക്കൽ, പാത്രങ്ങൾ തേച്ച് കഴുകൽ, ഇങ്ങനെയുള്ള ജോലിയാണ് അവർ ചെയ്യുന്നത്. അത് കണ്ണൂർ ഞങ്ങളുടെ ഭാഗത്തേക്ക്, കണ്ണൂർ ഒരു ഇരിട്ടി അങ്ങനെ ഒരു പ്രദേശം അങ്ങനെ ചുറ്റി കുറച്ച് ആളുകളാണ് ഉള്ളത്. കൂടുതലും വയനാട്ടിൽ തന്നെയാണ്. ഏതാണ്ട് പണിയ സമുദായത്തിൻ്റെ 64% എന്നാണ് മുൻ കണക്കുകൾ പറയുന്നത്. 64% പണിയ സമുദായം വയനാട്ടിലാണ്. മറ്റുള്ള ഇടങ്ങളിൽ മലപ്പുറം അതുപോലെ ഒക്കെ ഇടങ്ങളിലായിട്ട് കുറച്ച് ഉണ്ടെന്നുള്ളതാണ്. പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ പഠിച്ച് മുന്നിലേക്ക് വരുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഒരുപാട് എൻജിനീയറിംഗ് ഒക്കെ പാസ്സായി വരുന്ന നല്ല മിടുക്കികളായിട്ടുള്ള ഈ സമുദായത്തിൽപ്പെട്ട മനുഷ്യർ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. അത് വലിയൊരു അഭിമാനം തന്നെയാണ്, നമുക്ക് സന്തോഷം തന്നെയാണ്. ഈ നോവല് വായിച്ച ശേഷം ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പണിയ സമുദായത്തിൽപ്പെട്ട ഒരു സുഹൃത്ത് എന്ന നിലയിൽ അദ്ദേഹം പുസ്തകം വായിച്ച ശേഷം അദ്ദേഹം ഫോറസ്റ്റിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായി ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഒരു പുതിയ വീടൊക്കെ വെച്ചു, മനോഹരമായ നല്ല വീടൊക്കെ വെച്ചു.
നമ്മൾ വെക്കുന്ന പോലെ ഒരു നല്ല ഒരു മനോഹരമായ വീട് വെച്ചു. നല്ല രീതിയിൽ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ പുസ്തകം വായിച്ച ശേഷം ഒരു ദിവസം എന്നെ കണ്ടിട്ട് ഏതാണ്ട് ഞങ്ങളൊരു 1-2 മണിക്കൂറോളം സംസാരിച്ചു. കാരണം ഈ പുസ്തകത്തിൽ അവർക്ക് വായിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു പ്രയാസം, കാരണം ഈ കടന്നു വന്ന അനുഭവങ്ങളൊക്കെ ഈ പുസ്തകത്തിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത് വല്ലാതെ അവരെ വീർപ്പുമുട്ടിക്കേണ്ടായി. അങ്ങനെ വായിച്ച് അവസാനിപ്പിച്ച ശേഷം ഞാൻ ഒരു നല്ല വീട് വെച്ചു, മനോഹരമായ വീടാണ്, നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞത്. പക്ഷെ ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് ആ പഴയ ജീവിതത്തിലേക്കൊന്ന് മടങ്ങിപ്പോകണം എന്നാണ്. സന്തോഷം മനീഷേ, ഇങ്ങനെ ഇത്ര നേരം കഥ പറയാൻ പറ്റിയതിലുള്ള എൻ്റെ സന്തോഷം. ഞാൻ കുറച്ച് നാളുകളായിട്ട് ഈ കീഴുവാരങ്ങൾ, കുറച്ച് നാളുകൾ എന്നല്ല, എനിക്ക് തോന്നുന്നു മനീഷിൻ്റെ അടുത്ത് ഞാൻ ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് കഥ പറയണം. കാര്യം ഈ പുസ്തകം കയ്യിൽ കിട്ടി വായിച്ച സമയത്ത് തന്നെ ഇത് പറയണമെന്ന് ഞാൻ തീരുമാനിച്ചു. പിന്നെയാണ് ഞാൻ ആലോചിച്ചത് എങ്ങനെ പറയും എന്നുള്ളത്. അത് പറയാനുള്ളൊരു ധൈര്യം എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും അങ്ങനെ കിട്ടിയിട്ടൊന്നുമില്ല. പിന്നെ അത് പറയണം, ഇനി സമയം വൈകരുത് എന്നൊരു തോന്നൽ കൊണ്ടാണ് ഞാൻ പറഞ്ഞു പോയത്. പറഞ്ഞതിൽ തെറ്റുകളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്കണം. പിന്നെ ഈ പുസ്തകം കഴിവതും ആളുകൾ വാങ്ങി വായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പുസ്തകത്തിന് ഏറെ വായന ഉണ്ടാവട്ടെ. ഈ പുസ്തകം ഇപ്പോൾ അടുത്തൊരു അവാർഡ് മനീഷിന് കിട്ടിയിട്ടുണ്ട് ഈ പുസ്തകത്തിന്. ഇനിയും ഈ പുസ്തകം നിരവധി പുരസ്കാരങ്ങൾ നേടുന്നതിനേക്കാൾ കൂടുതൽ ആളുകളിലേക്ക് ഈ ജീവിതം ഇറങ്ങിച്ചെല്ലട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം അതെഴുതിയ മനീഷിന് അംഗീകാരങ്ങൾ ഉണ്ടാവണം എന്നുകൂടി ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു മനീഷേ. ഈ നോവൽ എഴുതുമ്പോൾ ഇതിന് പിന്നിൽ നടന്നിട്ടുള്ള യാത്രകളാണ്. ആ യാത്രകൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞ ബാബുവേട്ടൻ, ഞങ്ങൾ 2022 ഏപ്രിൽ മാസത്തിലാണ് ആദ്യമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ വള്ളിയൂർക്കാവിലേക്ക് ആദ്യം പോകുന്നത്. അതിനുശേഷം ഒരു 50ഓളം യാത്രകൾ കണ്ണൂരിൽ നിന്ന് വള്ളിയൂർക്കാവിലേക്ക് നടത്തിയിട്ടുണ്ട്, ഇവരെക്കുറിച്ച്, ഇവരുടെ ജീവിതത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി. ആ യാത്രകളിൽ പകുതിയോളം യാത്രകളും ഒരുമിച്ചുണ്ട ആളായിരുന്നു ബാബുവേട്ടൻ. ഏറ്റവും നന്ദി ഈ പുസ്തകം ഇത്രയും മനോഹരമായി പൂർത്തിയാക്കുന്നതിൽ വെള്ളിമൂപ്പനോടൊപ്പം തന്നെ. വെള്ളിമൂപ്പനാണ് ഏതാണ്ട് 2-3 വർഷത്തോളം കാര്യങ്ങളൊക്കെ പങ്കുവെച്ച് തന്നത്. അതുകൊണ്ട് അതേപോലെയുള്ള പങ്ക് വഹിച്ച ഒരാളാണ് പ്രിയപ്പെട്ട ബാബുവേട്ടൻ. അത് എല്ലായിടങ്ങളിലും എനിക്ക് പറയണമെന്നുള്ള ആഗ്രഹം. കാടിന് മക്കൾക്ക് തമ്മിൽ അറിയും, കാടിലുള്ള മക്കൾക്ക് അവർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയും. അറിയാത്തവരായ ആരും ഇവിടെ ഇല്ല, എല്ലാം ഒന്നാണ്, എല്ലാവരും ഒന്നാണ് എന്ന് പറയുന്ന വലിയൊരു സങ്കല്പത്തിലേക്ക് കൂടി ഈ നോവൽ വെളിച്ചം വീശുന്നുണ്ട്. എല്ലാ ആശംസകളും നൽകുന്നു. താങ്ക് യു.